രാസലഹരി ഉപയോഗിക്കുന്ന സിനിമാക്കാരെ കുറിച്ച് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ അതിലൊരാൾ ഷൈൻ ടോം ചാക്കോ ആണെന്ന് തെളിഞ്ഞു എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, NDPS ആക്ടിലെ 27-ാം വകുപ്പ് അനുസരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുറ്റകൃത്യമാണ്. മയക്കുമരുന്ന് നിരോധിക്കപ്പെട്ടതാണ്. അപ്പോൾ നിരോധിച്ചുകൊണ്ട് മാത്രമല്ല, അത് ഉപയോഗിച്ചാലും കൂടെ കുറ്റകൃത്യമാണ് NDPS ആക്ട് പറയുക. അതാണ് സെക്ഷൻ 27. 29 എന്ന് പറഞ്ഞാൽ ഇത് ഗൂഢാലോചന, ഇതിനുവേണ്ടി ഇത് സംഘടിപ്പിക്കാനുള്ള ആലോചനകൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഷൈൻ ടോം ചാക്കോ അതിൽ പ്രതിയാണ് എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഈ സെക്ഷൻ 27 പ്രകാരം 6 മാസം വരെ തടവ് കിട്ടാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സെക്ഷൻ 29 കൂടെ ചാർജ് ചെയ്തിരിക്കുമ്പോൾ ഇത് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് ഉൾപ്പെടെയുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായ മറ്റുള്ള ആളുകളെയും കണ്ടെത്തണം. അപ്പോൾ കൂടുതൽ ആളുകൾ പ്രതിയാവും. അതാണ് ഷൈൻ്റെ കേസിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഷൈനെ ചോദ്യം ചെയ്യുന്ന രീതി. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽ വന്നത് അങ്ങനെയാണ്. സിനുവാണ് അതിനെ കാണിച്ചത്. അതെ, ഉറങ്ങുന്ന പോലെ മയങ്ങിയിരിക്കുന്നു. അപ്പോൾ മിനിഞ്ഞാന്നാണല്ലേ ഇയാൾ ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. കല്ലൂരുള്ള വേദാന്ത അല്ലേ, വേദാന്തയിൽ നിന്ന് ചാടി ജനലിലൂടെ പുറത്ത് ചാടി, ഷീറ്റിൻ്റെ പുറത്ത് ചാടി, അവിടെ നിന്ന് നീന്തൽക്കുളത്തിൽ ചാടി, അവിടെ നിന്ന് റിസപ്ഷൻ വഴി ഓടി പുറത്ത് വന്ന ഒരു ബൈക്കുകാരനെ കൈകാട്ടി നിർത്തി കയറിപ്പോയി എന്നാണ് സ്റ്റോറി. നനഞ്ഞു കുളിച്ചായിരിക്കുമല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നനഞ്ഞു കുളിച്ച ഒരാൾ ബൈക്കിൻ്റെ പുറകിൽ വന്ന് കയറാൻ വന്ന സാധാരണഗതിയിൽ ആരും കയറ്റില്ല. അപ്പോൾ അത് അവിടെ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. അസ്വാഭാവികത ഇയാൾ മുറിയിൽ നിന്ന് ചാടി എന്ന് പറയുന്നിടത്ത് തന്നെയുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു പറഞ്ഞ പേടിച്ചിട്ടാ സാറേ എന്നും പറഞ്ഞാൽ കാണിക്കുന്നത് അല്ലേ. പേടിച്ചിട്ട് ആരോ വന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ പേടിച്ച് ഹോട്ടലിൻ്റെ 3-ാം നിലയിൽ നിന്ന് ഷീറ്റിൽ ചാടി, അവിടെ നിന്ന് വെള്ളത്തിൽ ചാടി ഓടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പേടിച്ചിട്ടാ സാറേ. അതിന് മാത്രമല്ല, വാതിൽ മുട്ടിയില്ല, അതിന് മുമ്പ് തന്നെ ഇയാൾ ഓടി. അപ്പോൾ താഴെ നിന്ന് ഹോട്ടലിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഹോട്ടൽ റിസപ്ഷനിൽ ആരോ ഉണ്ട്. പോലീസ് വന്നു, ഡാൻസ് ആപ്പ് വന്നു. ഡാൻസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ജില്ലാതലത്തിൽ ലഹരി അടക്കമുള്ള കാര്യങ്ങൾ പിടിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്വാഡാണ്. അപ്പോൾ കൊച്ചി കമ്മീഷണറുടെ കീഴിലുമുണ്ട്. ഈ ഡാൻസ് ആപ്പിനെ കുറിച്ചാണ് മലപ്പുറത്ത് മറ്റേ അൻവർ മയക്കുമരുന്നിന് പകരം സ്വർണം പിടിക്കുന്നു എന്നും പറഞ്ഞ് പരാതിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഓരോ ജില്ലകളിലുണ്ട്, ഓരോ പോലീസ് ജില്ലകളിലുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഒന്ന് ഡാൻസ് ആഫ് കയറി വന്നു. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ എങ്ങനെ ഡാൻസ് ആഫ് വരുന്നുവെന്ന് മുറിയിലിരിക്കുന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് ആര് വിവരം കൊടുത്തു? അതൊന്നാമത്തെ കാര്യമല്ലേ. റിസപ്ഷനിൽ നിന്നാണോ, ഹോട്ടൽ സ്റ്റാഫാണോ, അതോ ലോബിയിലിരുന്ന ഷൈനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ? അങ്ങനെ ഒരാൾ വിളിച്ചു പറയണം, പോലീസ് വരുന്നുണ്ട് മുങ്ങിക്കോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ വിളിച്ചു പറഞ്ഞ ആൾക്ക് അറിവുണ്ടായിരിക്കണം, ഉറപ്പായിട്ടും. അപ്പോൾ അവിടെ ഒരാളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, അങ്ങനെയൊന്നും ഒരാളെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും ഒരാളെയും കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഇത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള മയക്കുമരുന്ന് കേസുകളിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി എത്ര മണിക്കാണ് ഈ സംഭവം? രാത്രി 10 മണിക്ക് ശേഷം. മിനിഞ്ഞാന്ന് പറയുന്നത് ഇന്ന് ശനിയാഴ്ച, വ്യാഴാഴ്ച രാത്രി 10 മണിക്ക്. സാധാരണ ഈ മയക്കുമരുന്നൊക്കെ കഴിച്ചാൽ ഒരു 24 മണിക്കൂർ വരെയൊക്കെ അതിൻ്റെ എഫക്റ്റ് നിൽക്കുമെന്ന് പറയും. പക്ഷേ ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ 48 മണിക്കൂറാവും. 48 മണിക്കൂറിന് ശേഷം രക്തപരിശോധന നടത്തിയാൽ ഇത് തെളിയിക്കപ്പെടുമോ? രാസലഹരിയാണെങ്കിൽ അത് നഖത്തിൽ നിന്ന്, തലമുടിയിൽ നിന്നൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ രാവിലെ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു പോലീസ് ഒരു 3-4 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചിരുന്നു ചോദ്യം ചെയ്യാറ് അല്ലേ. അത് കഴിഞ്ഞാൽ അവിടെ ഉറങ്ങുന്ന പോലെ ഇരിക്കുന്നു. അപ്പോൾ മണിക്കൂർ വൈകും തോറും ബ്ലഡിൽ ഇതിൻ്റെ ട്രേസസ് ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള സാധ്യത കുറയും. അപ്പോൾ ഫലത്തിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ തന്നെ പോലീസ് ഇത് പരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നില്ലേ? അതെ, അതൊരു സ്വാഭാവിക പരിശോധന കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് നോക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാൾ തൂങ്ങി അവിടെ ഇരിക്കുമ്പോൾ ഒരു റിസ്ക് വരുന്ന ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട് അതിനകത്ത്. അത് ഇങ്ങനെയും പ്രൊളോങ് ചെയ്യാതെ ആദ്യം തന്നെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ 24 മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടട്ടെ എന്ന് പോലീസ് ആഗ്രഹിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിലർക്ക് സംശയിക്കാം. അപ്പോൾ ഏതായാലും ഷൈൻ ടോം ചാക്കോ പറയുന്നത്, ഇനി ആ തിയറിക്കകത്തൊരു കഥയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത്, സിധുവിൻ്റെ നാട് എനിക്കറിയില്ല, എൻ്റെയൊക്കെ നാട്ടിൻപുറത്ത് ഈ ആളുകൾ ചീട്ട് കളിക്കാനിരിക്കും. വലിയ തുണിയൊക്കെ വിരിച്ച്, പേപ്പറൊക്കെ വിരിച്ച്, കാതിലൊക്കെ കുണുക്കൊക്കെ ഇട്ട് ഇരിക്കും. പിന്നെ കാശ് വെച്ച് ചീട്ട് കളിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുകാർ വരും, ഉടനെ ആളുകളൊക്കെ എടുത്തോളും. അപ്പോൾ ഇവർ ഓടുന്നത് എന്തുകൊണ്ടാണ്? ചീട്ടുകളി, പണം വെച്ചുള്ള ചീട്ടുകളി നിയമവിരുദ്ധമാണെന്നുള്ള ബോധ്യമുള്ളത് അതേസമയം അവിടെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കുണുക്കിട്ട് ചീട്ട് കളിക്കുന്ന ആളുകൾ ഓടത്തില്ല.
എന്തുകൊണ്ടാണ് വ്യത്യാസം? അതിൽ പൈസ വെച്ച് കളിക്കുന്നില്ല. പൈസ വെച്ച് കളിക്കുന്നില്ല. അവർക്ക് നോക്കുമ്പോൾ അറിയാം കുണുക്കുണ്ട് തലയിൽ. എൻ്റെ നാട്ടിലൊക്കെ പ്ലാവല കൊണ്ടുള്ള തൊപ്പി വെക്കും. തൊപ്പിയൊക്കെ വെക്കും. ഇങ്ങനെ വെച്ച് കളിക്കുന്നത് ഞാനും ഒക്കെ ചെറുതിലേ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാരും ഓടിയിട്ടില്ല. അതേസമയം അപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാർ ഓടും. അപ്പോൾ അത് അവർക്കറിയാം നമ്മളൊരു നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്തിനായിരിക്കും ഓടിയത്? എന്തെങ്കിലും ഞാൻ പ്രശ്നം പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാൽ കുറ്റകരമാകുന്ന ഒരു സംഗതി ചെയ്തിട്ടുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉറപ്പുണ്ട്. ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, നല്ല ബോധമുള്ള ഒരാൾ ഒരു കെട്ടിടത്തിൻ്റെ 3-ാം നിലയിൽ നിന്ന് ഷീറ്റിൻ്റെ മുകളിലേക്ക് ചാടും, ചാടില്ല. കാലൊടിയും. സ്വബോധമുള്ള സ്വബോധം അവിടുന്ന് വെള്ളത്തിലേക്ക് ചാടും. ശരി, ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒന്നും കിട്ടില്ല. ധൈര്യമില്ല. അപ്പോൾ അത് അയാൾ മയക്കുമരുന്ന് കഴിച്ചിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അസ്വാഭാവികമായ രീതിയിൽ പെരുമാറാവുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ആളെ ചെയ്യുള്ളൂ. ഇനി എവിടുന്ന് അയാൾ ഇറങ്ങി വന്നിട്ട് ബൈക്കിൽ കയറി പോകുന്നു. ഇന്ന് പോലീസിനോട് പറഞ്ഞ മൊഴി, ഞാനിതൊന്നും അറിഞ്ഞില്ല, ആരോ എന്നെ കൊല്ലാൻ വരുന്നതാണെന്ന് കരുതി, ഗുണ്ടകൾ ആരോ ആണെന്ന് കരുതി ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല, ഇന്ന് രാവിലെ വരെ അറിഞ്ഞില്ല അത്രേ. അപ്പോൾ ഇയാൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. 2015 ഈ ഷൈൻ ടോം ചാക്കോയെ 4 മോഡലുകളെയും കൂടെ പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ഈ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടെന്നാണ് പറയപ്പെട്ടത്. അന്നാണ് നമ്മൾ ഈ പറയുന്ന കൊക്കൈൻ എന്ന് പറയുന്ന മയക്കുമരുന്നിനെ കുറിച്ച് കേട്ട് 10 വർഷം കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്നത് ഈ ഫെബ്രുവരി ആയപ്പോൾ ഷൈൻ ടോം ചാക്കോയെ 4 മോഡലുകളും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, കേസ് തള്ളിക്കളഞ്ഞ് വെറുതെ വിട്ടു. അപ്പൊ അയാൾക്ക് അത്രയും കോൺഫിഡൻസ് എവിടുന്നോ കിട്ടുന്നുണ്ട്. അത് പലപ്പോഴും ലാബറട്ടറിയിൽ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് ലാബറട്ടറിയിൽ എത്തുമ്പോൾ കൂവപ്പൊടിയായി മാറിയത് കേരളത്തിലാണ്. പിടിച്ചു വെച്ചിരിക്കുന്ന ചാരായം അവസാനം കോടതി പരിശോധിക്കുമ്പോൾ കന്നാസിൽ പച്ചവെള്ളമാണ് എന്ന് കണ്ടെത്തിയത് കേരളത്തിലാണ്. ഇപ്പൊക്കെ അത്ഭുതകരമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എക്സൈസ് സംഘത്തിലെ ആളുകൾ തന്നെ ഇത് മാനിപ്പുലേഷൻ നടത്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എറണാകുളത്താണ്. അപ്പോൾ ഇതിനകത്ത് ഇത് മയക്കുമരുന്ന് ഒരു MDMA ഒക്കെ എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന് 10,000 രൂപയാവില്ല. 1 ഗ്രാമിന് 1 ഗ്രാം കൊണ്ട് 5-6 പേർക്ക് ഉപയോഗിക്കാമത്രേ. അപ്പോൾ 1 ഗ്രാമിൽ നിന്ന് 4-5 പേർക്ക് ലഹരി കിട്ടുന്ന മയക്കുമരുന്നുകളുണ്ട്. രാസലഹരി 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഉറങ്ങാതെ അതിൻ്റെ പ്രവർത്തനം നടക്കും. മാത്രമല്ല ഇതിൻ്റെ കാര്യം വെച്ചാൽ ലാബറട്ടറി വൈകും തോറും ഇത് മനസ്സിലാക്കാനുള്ള സാധ്യത കുറഞ്ഞും വരും. അപ്പം ഇയാൾ ഒരു ദിവസം ഒളിവിൽ പോയി, ഇന്നലെ മുഴുവൻ എവിടെയാണെന്ന് അറിയുന്നില്ല, ആരോ പറഞ്ഞു കാണും, ഇതിനെ കെട്ട് വിടുമ്പോഴത്തേക്ക് പോലീസിൻ്റെ മുന്നിൽ ചെല്ലുക. അപ്പോൾ ഷൈൻ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് രാവിലെയാണ് ഞാൻ അറിയുന്നത് എന്ന്. അതൊന്നും വിശ്വസിക്കാൻ ഒരു അന്വേഷണ ഏജൻസി ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഏതായാലും മലയാള സിനിമയിൽ ഇപ്പോൾ വേറൊരു നടനെ കുറിച്ച് പറയുന്നത്, ശ്രീനാഥ് ഭാസിയെ കുറിച്ചൊരു നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നു, കഞ്ചാവുണ്ടോ എന്ന് ചോദിച്ചത് രാത്രി 3 മണിക്ക്. അപ്പോൾ മലയാള സിനിമയിൽ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം വളരെ പ്രബലമായിട്ടുണ്ട്. ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഞാനിപ്പോഴും നമ്മുടെ ഒരു വലിയൊരു ആശങ്ക നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. സ്വർണം കള്ളക്കടത്ത് വഴി കൊണ്ടുവരുന്നു, എയർപോർട്ടിൽ പിടിക്കുന്ന ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളിലും കെട്ടിക്കൊണ്ടുവരുന്നു. നമ്മൾ തമാശയായിട്ട് പറഞ്ഞത് റിയലി സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് സ്വർണം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായി സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അത് വലിയ ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല. അപ്പം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ഈ സ്വർണം വിട്ടുകിട്ടും. അത്രേ ഉള്ളൂ. ടാക്സ് അടച്ചാൽ വിട്ടുകിട്ടും. പക്ഷേ ഇത് പിടിച്ചെടുക്കുന്ന പോലീസുകാർക്ക് എന്തൊക്കെയാണ് ഇല്ലീഗലായിട്ട് കൊണ്ടുവരുന്നു, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ക്രൈമാണ്. ഓക്കെ, ദെൻ ഈ സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവരുന്നു എന്ന് ഏതെങ്കിലും ഒരു കേസിൽ കണ്ടിട്ടുണ്ടോ? ഈ ആളുകളെ പിടിച്ചിട്ട് ഒരാൾ പോലും പറയാത്തതാണോ, അതോ പോലീസ് ചോദിക്കാത്തതാണോ? പോലീസ് ചോദിച്ചവർ മറുപടി പറഞ്ഞിട്ടും പോലീസ് അത് പറയാത്തതാണോ? തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ആ പേര് പറഞ്ഞു കിട്ടിയാൽ അവരിലേക്ക് പോകണം എന്നിരിക്കെ പോവാത്തതാണോ? ഇതൊരു വലിയ പ്രശ്നമല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു നടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് താമസിക്കുന്ന ആൾ, നടൻ വാടകയ്ക്ക് കൊടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളിന് LSD സ്റ്റാമ്പ് അടക്കം പിടിച്ചു. അതിനെക്കുറിച്ചുള്ള അന്വേഷണം അവിടെ പോയി. അപ്പോൾ മയക്കുമരുന്നും ഇതുപോലെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചത് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ആരാണ് ഇത് നാട്ടിലെത്തിച്ച ഇടനിലക്കാരൻ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസും എക്സൈസും വ്യക്തത വരുത്തുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് വ്യക്തതയുണ്ട്, ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഇവർ നടപടികൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉണ്ടാകുന്നത്. മയക്കുമരുന്ന് കഴിച്ച് ഈ പെരുമാറുന്ന ഷൈൻ ടോം ചാക്കോയുടെ വികൃതികൾ കണ്ടിട്ട് ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ശരിക്കും ഇയാൾ മലയാള സിനിമയിൽ അഭിനയിക്കാൻ യോഗ്യന. ഇയാളൊരു ക്രിമിനലാണ്. ഇയാളുടെ ഈ മരമോന്തയിൽ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഒരു നടൻ്റെ മുഖത്ത് ഭാവങ്ങൾ പ്രതിഫലിക്കണം. മരം കൊണ്ടുണ്ടാക്കിയ മുഖത്തൊരു ഭാവം വരില്ല അല്ലേ? മരത്തിൻ്റെ ഒരു പ്രതിമ, മരം കൊണ്ടുണ്ടാക്കിയ മുഖം നോക്കൂ. ഞാൻ മോന്ത എന്ന് പറഞ്ഞ് ബോഡി ഷെയ്മിങ് അല്ല, ഇയാൾ ഈസ് ആൻ ആക്ടർ.
അതുകൊണ്ട് ഞാൻ പറയുന്നു, മരം കൊണ്ടുണ്ടാക്കിയ ഒരു മുഖത്ത് എന്തെങ്കിലും ഭാവം വരുമോ? തടിയിൽ കൊത്തിയിടുന്നത് വരില്ല. ഷൈൻ ടോം ചാക്കോയുടെ മുഖം അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു മുഖം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എക്സ്പ്രഷനും വരാത്ത ഇയാളെ ഒരു നടൻ എന്ന് സംബോധന ചെയ്യുന്ന, അപ്പം നമ്മൾ മുരളി അല്ലെങ്കിൽ മോഹൻലാൽ, അതും അല്ലെങ്കിൽ മമ്മൂട്ടി, അല്ലെങ്കിൽ അങ്ങനെ എത്രയോ പ്രതിഭാധനന്മാരായ വലിയ വലിയ നടൻ, തിലകനെ പോലെ ഒക്കെയുള്ള നടന്മാരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ആ കഥാപാത്രങ്ങളായി മാറുകയുണ്ട്. ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം ഞാൻ പറയും, എവിടെ എന്നാണ് കഥാപാത്രമായി മാറിയത്? അയാളെ ഒരു ന്യൂ ജെൻ എന്ന് പറഞ്ഞുള്ള ഒരു വൈബ് എന്നാണ് പറയുക, ന്യൂ ജെൻ വൈബ്, അല്ലെങ്കിൽ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. ന്യൂ ജെൻ വൈബിൻ്റെ ഭാഗമായി കൊണ്ടാടുന്ന ഇയാളുടെ അസ്വാഭാവികമായ പെരുമാറ്റ രീതി, അയാൾ ബോധത്തോടെ സംസാരിക്കുന്നതോ നടക്കുന്നതോ നമ്മളാരും കണ്ടിട്ടില്ല. ത്രൂ ഔട്ട് ഡ്രഗിന് അഡിക്റ്റാണെന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് ഈ നടനെ കണ്ടിട്ടുള്ളത്. അപ്പം ഏതായാലും മലയാള സിനിമയിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളെ കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീപീഡന കേസ് വന്നു അല്ലേ, വിൻസി അലോഷ്യസ്, അവരുടെ പരാതി വരുന്നു, തൊട്ടു പിന്നാലെ ഈ പരാതി വരുന്നു. അങ്ങനെ മൊത്തത്തിൽ പക്ഷേ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ, അവസാനം വന്നിട്ട് ചിലപ്പോൾ വേണ്ടി വന്നാൽ ഷൈൻ ടോം ചാക്കോയെ അങ്ങ് കുരുത്തി കൊടുത്തേക്കും, ബാക്കിയുള്ള രക്ഷപ്പെടും. കാരണം ഗതികെട്ട് കഴിഞ്ഞാൽ അവനെ ബലികടിക്കുക എന്നുള്ളതാണ്. അത് ഒരു ഗാങ്സ്റ്റർ ഓപ്പറേഷൻ്റെ ഭാഗമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഹോസ്റ്റലായിപ്പോയി പെട്ടുപോയി കഴിഞ്ഞാൽ അവനെ സേവ് ചെയ്ത്, സെലിബ്രിറ്റി പ്രതികൾ കൂടെ ഉള്ളപ്പോൾ നമ്മളോട് പോയി നാറണ്ട, അവൻ പോയി അവനെ ഒഴിവാക്കാം, അതിന് വേണ്ടി വന്നാൽ അമ്മയിൽ നിന്ന് പുറത്താക്കാം. അങ്ങനെയൊക്കെ ഈ അധ്യായം അവസാനിക്കുമായിരിക്കും. പക്ഷേ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് എനിക്ക് കുറച്ച് ക്രൂരമായി തോന്നുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, അയാളുടെ അഭിനയ ജീവിതവും അയാൾ സെല്ലുലോയിഡിൽ വന്ന് നിറയുന്ന ഈ പ്രവണതയും അവസാനിക്കേണ്ട സമയമായിരിക്കും. അയാൾ ഒരിക്കലും ഇന്നത്തെ തലമുറയ്ക്ക് സമൂഹത്തിന് നൽകുന്ന സന്ദേശം മാതൃകാപരമല്ല, ഡിസ്ട്രക്റ്റീവായിട്ടുള്ള മെസ്സേജ് പകർന്നു നൽകുന്ന ഒരു നടനാണ് ഷൈൻ ടോം ചാക്കോ. അത് അയാളുടെ ഇത് തന്നെ ഇത്തരം ഇല്ലിസിറ്റ് ആയിട്ടുള്ള പ്രവർത്തികളിൽ നിരന്തരം വ്യാപരിക്കുന്ന ആളുകളെ 1 by 1 ആയിട്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല, മലയാള സിനിമയെ സംബന്ധിച്ചൊരു വലിയ പരാതി, നമ്മുടെ നടന്മാരിൽ ഭൂരിപക്ഷവും അവരുടെ വരുമാനം ഡിസ്ക്ലോസ് ചെയ്തില്ല, കള്ളക്കണക്ക് കൊടുക്കുന്നു, ED വരുന്നു, ഐ ടി മീൻസ് ഇൻകം ടാക്സ് പിന്നാലെ വരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഓർക്കുന്നില്ല ഈ മട്ടാഞ്ചേരി മാഫിയ. അപ്പോൾ ഞാനിന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള ധനേഷിൻ്റെ ഒരു പോസ്റ്റാണ്. മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള വാക്ക് ആദ്യം കോയിൻ ചെയ്തത് BJPയുടെ പഴയ യുവതുർക്കിയായിരുന്ന സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരുടെ പേരിൽ അതിനുവേണ്ടി വലിയ ഒരു സോഷ്യൽ മീഡിയ പോരാട്ടം നടന്നത്. ആഷിഖ് കപൂറിൻ്റെ ഭാര്യയായ റിമ കല്ലിങ്കൽ വന്നിട്ട് അതിന് മറുപടിയിട്ട് പിന്നെ പൊരിച്ച മത്തിയുടെ കഥ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണമൊക്കെ വന്നു. അവസാനം സന്ദീപ് വന്നിട്ട് പറഞ്ഞിട്ട് പോയി, അവസാനം വീടി വരുമ്പോൾ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ടായി. തമിഴ്നാട്ടിലൊരു ഗായിക ഗായത്രി സുചിത്ര എന്നാണ് നമ്മുടെ ധന്യ പറഞ്ഞത്. അപ്പോൾ സുചിത്ര ഒരു പരാതി പറഞ്ഞു. ഈ നടൻ്റെ ഭാര്യ ചില നിശാ പാർട്ടികൾ സംഘടിപ്പിക്കുമായിരുന്നു, അവിടെ പെൺകുട്ടികളെ കൊണ്ട് ഇരകളാക്കുമായിരുന്നു, വലിയ തോതിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു, അതിനെ ട്രാപ്പ് ചെയ്ത് ലൈംഗിക ചൂഷണത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പതുക്കി. ഇവിടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനലിലെ കുപ്രസിദ്ധമായ ഒരു ഇൻ്റർവ്യൂ അതേ തുടർന്നാണ് വന്നത്. കാരണം സിന്ധു സൂര്യകുമാർ വന്നിട്ട് ഈ നടിയെ വെള്ളപൂശാൻ വേണ്ടി അവരെ വെച്ചൊരു ഇൻ്റർവ്യൂ നടത്തി. ഇവർക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ച ആളെ കുറ്റം പറയുന്ന തരത്തിൽ നിരന്തരം പ്രോഗ്രാമുകൾ ഏറെ ചെയ്തു. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, ഒരാക്ഷേപം വന്നു, അത് സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധന നടന്നോ? ഇല്ല. അപ്പം ഈ പക്ഷത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആയിട്ടുള്ള താല്പര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുകയാണ് വന്നിട്ടാണ് ഈ പറയുന്ന പ്രസ്തുത നടിക്കെതിരെ അല്ലാതെ മറ്റാർക്കെങ്കിലും എതിരെയാണ് അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായ ഒരു ഗായിക വന്നിട്ട് എനിക്കറിയാം, നേരിട്ട് ബോധ്യമുണ്ട്, ഇങ്ങനെ മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുന്നു, ഇത്തരം പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു, അത് നേരാണ്, നമ്മൾ അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഈ നടി ബന്ധപ്പെട്ട് പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്. ആ പാർട്ടികളിൽ ലൈംഗിക ചൂഷണമുണ്ട്, മയക്കുമരുന്നിൻ്റെ ഉപഭോഗമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തൂലേ? അതുപോലും ഉണ്ടായില്ല. അവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം, ഇവിടുത്തെ കില്ലാടിയായിട്ടുള്ള സിന്ധു സൂര്യകുമാർ വരെ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ കൊടുത്തു. അതാണ്. അപ്പോൾ ഇതിനകത്ത് മയക്കുമരുന്ന് എന്ന് പറയുന്നത് സിനിമയിൽ അനിഷേധ്യമായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ പുറത്തു കൊണ്ടുവരാൻ, തുടർ നടപടിയെടുക്കാൻ ഇപ്പോഴും നമ്മുടെ
അധികൃത സ്ഥാനങ്ങൾ, എക്സൈസും പോലീസും അല്ലേ, സ്വതന്ത്രമായി ചെയ്യുന്നില്ല. ഇതൊരു പക്ഷേ ഈ ഷൈൻ്റെ മാത്രം കേസായി ഒതുങ്ങും. ഇനിയിപ്പോൾ മെഡിക്കൽ പരിശോധന ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതിനകത്ത് മയക്കുമരുന്നിൻ്റെ ട്രേസസ് കണ്ടെത്തിയില്ലെങ്കിൽ ഷൈൻ പുറത്തിറങ്ങി വന്ന് ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ദൃശ്യം കാണേണ്ടി വരും. ഇയാൾ ഈ അശ്ലീലം തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.